എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. എന്തൊക്കെയാ നിങ്ങൾ എന്നെ കുറിച്ച് പറയണേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. നീയൊക്കെ ചെയ്യടാ, നീയൊക്കെ ചെയ്യേ. രേണുസുതി ഫ്ലവർ അല്ലടാ, ഫയറാ. സബ്സ്ക്രിപ്ഷൻ വരണട്ടോ. ഐ ലവ് യു. ഇതാണടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. രാവിലെ നോക്കുമ്പോൾ റമോ ഡാൻസൊക്കെ കളിച്ച് നല്ല ചിൽ വൈബ്. ഉച്ചയാകുമ്പോഴേക്കും അന്യനാവും. എടി മറ്റവളെ, എടി മറിച്ചവളെ, എടി അവളെ ഇവളെ, നിനക്കൊന്നും നാണമില്ലടി എന്ന് ചോദിച്ചിട്ട്. രാത്രിയാകുമ്പോൾ അമ്പിയാവും. കരച്ചിൽ, പിഴിച്ചിൽ, കണ്ണുനീരില്ലാത്ത കരച്ചിൽ. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ. ഇനി രേഷ്മ ബി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് മാത്രമായിരുന്നു കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നത്, സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റായിക്കുണ്ടായിരുന്നത്. പക്ഷേ കിച്ചു ആ വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷം കുറേ വെളുപ്പിക്കൽ ടീം വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് പേരൊന്നും അല്ല കേട്ടോ, ഒരുപാട് പേര് ഇറക്കിയിട്ടുണ്ട്. ഇറക്കുമതിയാണെന്ന് തോന്നുന്നില്ല. അതിപ്പോൾ ഫേസ്ബുക്കിൽ പോകുകയാണെങ്കിൽ കുറേയധികം പേജുകൾ, ഇപ്പോൾ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും എല്ലാവർക്കും റൈറ്റ് ഉണ്ട്. പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടാവണ്ടേ? എല്ലാവരെയും പഠിപ്പിച്ച് വിട്ടതുപോലെ ഒരേ വാചകം, കിച്ചു പറയാത്ത കാര്യങ്ങൾ. ഈ എന്താ പറയുക, സുധിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി കാണാൻ പോകുന്ന സമയത്ത്, മോർച്ചറിയിൽ കാണാൻ പോകുന്ന സമയത്ത് രേണു കൂടെ ഉണ്ടായിരുന്നു എന്ന് കിച്ചു പറഞ്ഞു എന്ന ഒരു നരേഷൻ കൊണ്ടുവന്നു. അതിന് മുൻപ് കൊണ്ടുവന്ന നരേഷനാണ് ഒരു യൂട്യൂബർ കിച്ചുനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ്. ആ യൂട്യൂബറുടെ പേര് ഷഫീന ബീവി. ഇതാണ് ഫസ്റ്റ് നരേഷൻ. ഷഫീന ബീവിയാണ് കിച്ചുനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. അത് എന്താ പറയാൻ കാരണം, അവരുടെ ഒരു ഫോട്ടോ, ഒരു സെൽഫി, കിച്ചുൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു സെൽഫി എടുത്ത് ഇവർ പോസ്റ്റ് ചെയ്തു, ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇതെല്ലാം കൂടി വളച്ചൊടിച്ച് ഷഫീന ബീവിയുടെ മണ്ടയെ കൊണ്ട് വെച്ചു. അതോടൊപ്പം തന്നെ അവരൊരു അക്കൗണ്ട് നമ്പർ, കിച്ചുവിൻ്റെ അക്കൗണ്ട് നമ്പർ കിച്ചു പോലും അറിയാതെ, കിച്ചുനോട് പറയാതെ തന്നെ ഇവരുടെ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു. കിച്ചു ഇത് അറിഞ്ഞപ്പോൾ, കിച്ചുവിനെ ഞാൻ സംസാരിച്ച സമയത്ത് കിച്ചു എന്നോട് പറഞ്ഞു, ചേട്ടാ അത് വേണ്ട, അങ്ങനെ ചെയ്യുന്നത് ശരിയാവില്ല, ശരിയല്ല, എനിക്ക് അങ്ങനെ പൈസ വേണ്ട, ഞാൻ ആൻറ്റി ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ, ആൻറ്റിയോട് ഒരുപാട് പേര് ചോദിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനത് കൊടുത്തത്, അതുകൊണ്ട് അതൊന്ന് മാറ്റാൻ പറയുമെന്ന് ചോദിച്ചു. ഞാനത് മാറ്റാൻ പറഞ്ഞു, അവർ മാറ്റുകയും ചെയ്തു. ഇപ്പോൾ അതെല്ലാം കൂടി വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റിയിരിക്കുകയാണ്. പിന്നെ ഒരു അമ്മയും ചെയ്യാത്തൊരു കാര്യമാണ് സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന കാശിൻ്റെ കണക്ക് നാട്ടുകാരെ അറിയിച്ചുകൊണ്ട്. ഈ കൂട്ടുകാരികൾ എന്ന് പറയുന്ന പലരും പുറകിൽ നിന്ന് കുത്തുന്ന ടീമുകളാണ് എന്ന് നമുക്ക് മുന്നേ മനസ്സിലായ കാര്യമാണ്. അതിനകത്ത് ഇപ്പോൾ പുതിയ 2 കഥാപാത്രം വന്നിട്ടുണ്ട്. എനിവേ, നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പേരിലേക്ക് ഈ വീഡിയോ എത്തും. ഈ ഒരു വിഷയത്തിൽ ഷഫീന ബീവിക്കുള്ള പങ്ക്, അത് ഞാൻ പറയുന്നത് കാരണം ഇതിനകത്ത് ഞാനും ഇടപെട്ടിട്ടുള്ളതുകൊണ്ടാണ്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ച് എന്നോടൊരാൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയായിരിക്കും ഞാൻ തിരിച്ച് പെരുമാറുന്നത്. അല്ലാണ്ട് നിങ്ങളിൽ ഒരാൾ വന്ന് പറയാണ്, ദാ ഇന്ന ആളോട് മിണ്ടല്ലേ, അയാൾ ആൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ അവരെന്നോട് ആ ശരികേട് കാണിക്കുന്നത് വരെയും ഞാൻ അവരുമായിട്ട് സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകും. ഷഫീന ബീവി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേർക്ക് ചിലപ്പോൾ മോശക്കാരിയായിരിക്കും. പല ആൾക്കാരും പറയുന്നു ഞാൻ ഷഫീന ബീവിയുടെ ബിനാമിയാണ്. അങ്ങനെ തന്നെ കരുതിക്കോ, ഒരു പ്രശ്നമില്ല. നാളെ അവരെ എന്നെ തിരിഞ്ഞ് കുത്താത്തിടത്തോളം കാലം അവർക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ അവിടെ സംസാരിക്കും. അവർക്കെന്നല്ല, എന്നെ സുഹൃത്തായിട്ട് കാണുന്ന ആർക്കൊരു പ്രശ്നം വന്നാലും ഞാൻ സംസാരിക്കും. ഞാൻ ഈ യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ സൗഹൃദം എന്ന് പറയുന്നത് മനുവാണ്. മനുവിനെ ഇനി എന്ത് പ്രശ്നം വന്നാലും മനുവിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാവും. അതിനുശേഷമാണ് വിവിനെ പരിചയപ്പെടുന്നത്, പിന്നെ ബിച്ചുവിനെ പരിചയപ്പെടുന്നു. അവരെന്നോട് മോശമായിട്ട് അല്ലെങ്കിൽ അവരെന്നോട് ഈ സൗഹൃദത്തിനെ ഹനിക്കുന്ന ലെവലിൽ പെരുമാറാത്ത കാലത്തോളം അവർക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കും. ഇവിടെ ഈ ഒരു വിഷയത്തിൽ കിച്ചുവിനോട് സംസാരിച്ചത് ഞാനായിരുന്നു. കിച്ചുവിൻ്റെ വീഡിയോ വന്നിരുന്ന രാത്രി എന്നെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു, ദയവേ എനിക്ക് കിച്ചുവിനോട് സംസാരിക്കണം, കിച്ചുവിനെ വിളിക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ നമ്പറില്ല. അപ്പോൾ അവരുടെ കയ്യിൽ നമ്പറില്ല. ഞാൻ നോക്കിയിട്ട് നടന്നില്ല. ലാസ്റ്റ് അവർ തന്നെ ആരുടെയോ കയ്യിൽ നിന്ന് ഈ നമ്പർ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കളക്ട് ചെയ്ത് തന്നു. ഞാൻ കിച്ചുവിനെ വിളിച്ചു, കിച്ചുവിനോട് സംസാരിച്ചു. കിച്ചു ഓക്കെ ആണെന്ന് പറഞ്ഞു. ഈ വീഡിയോ വന്നതിൻ്റെ അന്നത്തെ കാര്യമാണ് പറയുന്നത്. കിച്ചു ഓക്കെ ആണെന്ന് പറഞ്ഞു. കിച്ചു ഓക്കെ ആണെന്ന് പറഞ്ഞു. ആ കോളോടെ കഴിഞ്ഞു. ഞാനത് ചേച്ചി വിളിച്ച് പറഞ്ഞു, ചേച്ചി കിച്ചു ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എല്ലാവരും വീഡിയോകളൊക്കെ ചെയ്തു. അതിൻ്റെയും പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പം അവരെന്നെ വിളിച്ച് വീണ്ടും പറയുവാണ്, മോനെ എനിക്ക് കിച്ചുവിനെ കാണണം, കിച്ചുവിനെ കണ്ടേ പറ്റുള്ളൂ, കിച്ചുവിനെ കാണാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ പിള്ളേർ, എൻ്റെ മക്കൾ എന്നെ പുറത്തോട്ട് കൊണ്ടുപോയിട്ടും ഞാൻ ഓക്കെ ആവുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കിച്ചുവിനെ വിളിച്ച് കിച്ചുവിനെ കിട്ടുന്നില്ല. കിച്ചുവിനെ കിട്ടാണ്ട് വന്നപ്പോഴേക്കും അവർ തന്നെ കിച്ചുവിനെ വിളിച്ചു. കിച്ചുവിനെ വിളിച്ചിട്ട് മോനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവരവിടെ പോകുന്നത്. അതായത് കിച്ചുവിൻ്റെ വീഡിയോ വന്നതിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇവർ കിച്ചുവിനെ കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ പലരും പറഞ്ഞു വെക്കുന്ന നരേഷൻ എന്താണ്, ഇവരാണ് കിച്ചുവിനെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചതെന്ന്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കാം. കിച്ചുവിൻ്റെ വീഡിയോ വന്നത് ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് 3 ദിവസം മുൻപാണ്. അതേസമയം ഷഫീന ചേച്ചി കിച്ചുവിൻ്റെ കൂടെ നിന്നിട്ട് ഒരു സെൽഫി എടുത്തിട്ട്
വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തത്. അതും അവിടെ നിന്ന് ലൈവ് ഇടുകയോ അവിടെ നിന്ന് കിച്ചുവിൻ്റെ ബൈറ്റ് എടുക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവർ വീട്ടിൽ വന്നിട്ട് ആ കാര്യങ്ങൾ ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. കിച്ചു വീഡിയോ ചെയ്ത് 2ാമത്തെ ദിവസമാണ് ഷഫീന ചേച്ചി കിച്ചുവിനെ കാണാൻ പോകുന്നതും വീഡിയോ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് കിച്ചു ഷഫീന ചേച്ചി പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത്, അവരാണ് ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങൾ പറയുന്നത് ഒരു സത്യസന്ധമായ കാര്യമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. സത്യമില്ലാത്ത കാര്യമാണ്. പിന്നെ അവർ അവൻ്റെ അക്കൗണ്ട് നമ്പർ പിൻ ചെയ്തത് അവൻ്റെ അക്കൗണ്ട് നമ്പറാണ് വെച്ചത്, അല്ലാണ്ട് അവരുടെ അക്കൗണ്ട് നമ്പർ അല്ല. അത് വെക്കാനുള്ള കാരണം അവരോട് ഒരുപാട് പേര് ഈ പറയുന്ന പോലെ കിച്ചുവിൻ്റെ അക്കൗണ്ട് നമ്പർ ഉണ്ടോ, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഞാൻ അവിടെ പിൻ ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞിട്ട് കിച്ചു പോലും അറിയാതെയാണ് അവരത് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി ആ നരേഷൻ അവിടെ കൊണ്ട് വെക്കണ്ട. എനിക്ക് അവരെ വെളുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കുറിച്ച് മൊത്തം നല്ലത് പറഞ്ഞിട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇതിനകത്ത് ആരുടെ ഭാഗത്ത് ശരി ആരുടെ ഭാഗത്ത് തെറ്റെന്നുള്ളത് പിന്നുള്ള കാര്യമാണ്. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി കിച്ചു ഒരു മോശക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല വഴിക്കും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കിച്ചു പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്. കിച്ചുവിൻ്റെ കുട്ടിക്കാലത്ത് അവനുണ്ടായ വിഷമങ്ങൾ, അവനുണ്ടായ ട്രോമകൾ, അത് അവൻ്റെ അമ്മയുടെ ഭാഗത്ത്, അവൻ്റെ പെറ്റമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നങ്ങളും പറഞ്ഞു, അവൻ്റെ 2ാം അമ്മയുടെ ഭാഗത്തുണ്ടായ പ്രശ്നങ്ങളും പറഞ്ഞു, 3ാം അമ്മയുടെ ഭാഗത്തുണ്ടായ പ്രശ്നങ്ങളും അവൻ പറഞ്ഞു. രേണുവിനെ മാത്രമായിട്ട് അവൻ പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാവരിലും പ്രശ്നങ്ങളുണ്ട്. അവന് ആ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, അവിടെ പോയി നിൽക്കാൻ അവന് താല്പര്യമില്ല, ഇപ്പോൾ ഇഷ്ടമല്ല. ഓക്കെ, പിന്നെ അവൻ പറയാത്തൊരു കാര്യമാണ് ഈ രേഷ്മ പി തങ്കച്ചൻ ഇവരുടെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു എറണാകുളത്തേക്ക് പോകാനെന്ന്. അവൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ പറഞ്ഞിട്ടാക്കുന്ന കാര്യമാണ്. ശരിക്കും ഈ രേഷ്മ പി തങ്കച്ചനെ വല്ലാണ്ട് കൂടെ നിൽക്കുന്നവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും സംസാര രീതി ഒരേപോലെ തന്നെയാണ്. നിങ്ങൾ ഓരോ വ്യക്തികളെടുത്ത് നോക്കിയോ, ജാസി, ഈ ശ്രീലക്ഷ്മി, ജാസിയുടെ കൂടെയുള്ള ശ്രീലക്ഷ്മി, സജീന, ശ്രീതു, ദിയാസന, നിങ്ങൾ ഓരോരുത്തരുടെ നരേഷൻ എടുത്ത് നോക്കിക്കോ, വീഡിയോ എടുത്ത് നോക്കിക്കോ, എല്ലാം ഒരേ പാറ്റേൺ ആണ്. എല്ലാവർക്കും പറയാൻ 2 കാരണങ്ങൾ. ഒന്ന്, കിച്ചുവിന് രേഷ്മ പി തങ്കച്ചൻ ഇഷ്ടംപോലെ കാശ് കൊടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ കുറേ സ്ക്രീൻഷോട്ടൊക്കെ കഴിഞ്ഞ ദിവസം കിടന്ന് പറക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ കാശ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ നരേഷൻ ഞാൻ ചോദിച്ചോട്ടെ, ഈ രേഷ്മ പി തങ്കച്ചൻ രേണു സുധി ആയതിനു ശേഷമാണല്ലോ പേരെടുത്തത് അല്ലേ? വെറും രേഷ്മ പി തങ്കച്ചൻ ആയിരുന്നപ്പോഴും രേണു ആയിരുന്നപ്പോഴും ഇവരാരും അറിയില്ലായിരുന്നു. കൂടെ സുധി എന്ന പേര് വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. ആണോ അല്ലയോ? അതിനുശേഷം ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, സോഷ്യൽ മീഡിയയിൽ വൈറലായി, ബിഗ് ബോസ് ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചു. പക്ഷേ കിച്ചു ഇതുവരെയും കിച്ചു സുധി എന്നുള്ള പേര് അവൻ എവിടെയും യൂസ് ചെയ്തിട്ടില്ല. അതാണ് അവൻ്റെ മാന്യത. അവൻ്റെ അച്ഛൻ്റെ മരണത്തെ വിൽക്കാൻ അവൻ തയ്യാറായില്ല. അവൻ്റെ അച്ഛൻ്റെ പേരിൽ എവിടെയും ഒന്നും സംസാരിച്ചിട്ടില്ല. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടും അവൻ പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛന് വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന്. മനസ്സിലായോ? പക്ഷേ ഇവർ ചെയ്തു. അപ്പോൾ പൈസയ്ക്ക് ആർത്തിയുള്ളത് ആർക്കാണ്? സ്വന്തം ശരീരഭാഗം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത സബ്സ്ക്രിപ്ഷൻ എന്ന ലേബലിൽ സ്വന്തം ശരീരഭാഗം മറ്റുള്ളവർക്ക് കാണിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? അതും 22 വയസ്സുള്ള അവർ തന്നെ പറയുന്നു അവൻ എൻ്റെ മകനാണെന്ന് പറയുന്നുണ്ടല്ലോ. 22 വയസ്സുള്ള ഒരു മകൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്വന്തം അമ്മ ക്ലീവേജും നേവലൊക്കെ കാണിക്കുകയാണ് പബ്ലിക്കിന് മുമ്പിൽ. അപ്പോൾ അവർ പ്രൈവറ്റായിട്ട് കാണിക്കുന്നതല്ലേ? എന്ത് പ്രൈവസി ആണോ? ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനിൽ എന്ത് പ്രൈവസിയാണ് നിങ്ങൾ പറയുന്നത്? സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ഫോണിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് സമ്മതിച്ചു തരാം, പ്രൈവസി ഉണ്ട്. പക്ഷേ ഇത് സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടും പറ്റില്ലെങ്കിൽ പോലും ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ എന്ത് പ്രൈവസിയാണ് നിങ്ങൾ പറയുന്നത്? ഈ വെളുപ്പിക്കുന്ന ടീംസിനോട് എൻ്റെ ചോദ്യം, എന്ത് പ്രൈവസിയാണ് ഉള്ളത്? വെളുപ്പിക്കാൻ നടക്കുന്നവരോട് ഞാൻ ചോദിക്കാറ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന പരിപാടി തുടങ്ങിയിട്ട് നിങ്ങളുടെ ശരീരഭാഗം കാണിച്ച് വളർത്താൻ നിങ്ങൾ തയ്യാറാവോ? എങ്കിൽ നിങ്ങൾ ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ സമ്മതിച്ചു തരാം. ഞാൻ തമാശയ്ക്ക് പറയുന്നില്ല, വളരെ കാര്യമായിട്ട് ചോദിക്കുകയാണ്. രേണുവിനെ വെളുപ്പിക്കുന്ന ടീംസിനോട് എൻ്റെ ചോദ്യമാണ്, നിങ്ങളുടെ മക്കളെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരഭാഗം പബ്ലിക്കിന് കാണിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കി നിങ്ങളുടെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവോ? എങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. പക്ഷേ ആ 22 വയസ്സുകാരൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രശ്നം അതാണ്. അവൻ വ്യക്തമായിട്ട് പറഞ്ഞു അവൻ്റെ വീഡിയോയിൽ, അതൊന്നും ആരും കണ്ടില്ല. നിങ്ങളെല്ലാവരും കണ്ടത് അവൻ്റെ കുട്ടിക്കാലത്തെ ട്രോമയെക്കുറിച്ച് പറഞ്ഞു. രേണു എന്ത് ചെയ്തു? ഇതാണ് നിങ്ങളുടെ ചോദ്യം. ഇപ്പോൾ കാണിക്കുന്നതൊക്കെ നിങ്ങളങ്ങ് സപ്പോർട്ട് ചെയ്ത് വിടുകയാണ്. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ ഓർത്ത് വെച്ചോ, നിങ്ങളാണ് അവരുടെ നാശത്തിന് കാരണം. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഈ രേഷ്മ പി തങ്കച്ചൻ്റെ കൂട്ടുകാരാണല്ലോ. നിങ്ങൾക്ക് പറയാമായിരുന്നു, നീ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, നീ ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നുണ്ട്, നിനക്ക് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ട് നിൻ്റെ ഫാമിലി വ്ളോഗോ അല്ലെങ്കിൽ നീയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് യൂട്യൂബ് കാശ് തരും. നീ ഈ തുണി അഴിച്ച് കാണിച്ച് സബ്സ്ക്രിപ്ഷൻ പരിപാടി ചെയ്യല്ലേ? നിങ്ങൾക്ക് പറയാമല്ലോ. ബാക്കി എന്ത് പറഞ്ഞാലും രേഷ്മ പി തങ്കച്ചൻ കേൾക്കുമെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അവിടെ പൊത്താൻ പറഞ്ഞാൽ അവിടെ പൊത്തും, ഇവിടെ പൊത്താൻ പറഞ്ഞാൽ ഇവിടെ പൊത്തും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പൊത്തി അവസാനം ഒരു വല്ലാത്തൊരു പൊത്തലായിപ്പോയി. മനസ്സിലായോ? അതിൽ ബാധിക്കപ്പെട്ടത് ആ 22 വയസ്സുകാരനാണ്. നിങ്ങൾ എന്തേ അവനെക്കുറിച്ച് ആലോചിക്കാത്തത്? നിങ്ങൾ നാളെ നിങ്ങളുടെ ക്ലേവേജും നിങ്ങളുടെ നേവലൊക്കെ കാണിച്ചുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ എന്ന പരിപാടിക്കകത്ത് നിങ്ങൾ കാശുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നേരെ തിരിഞ്ഞൊന്ന് ചോദിക്കോ ഇല്ലയോ? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിക്കുന്നേ. നിങ്ങൾ ഈ പരിപാടി, ഞാൻ ഈ വെളുപ്പിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഈ പരിപാടി ചെയ്ത് കാണിക്കുക, എന്നിട്ട് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ അതിനെല്ലാം വിമർശിച്ചിട്ട്
സൈഡിൽ കൂടി ഞാൻ സപ്പോർട്ടാണേ എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. പിന്നെ ഒരു കൂട്ടരുണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആൾക്കാർ, മോളെ കെട്ടിച്ചു വിട്ട ടീമും മോൻ ഇപ്പോഴും കെട്ടാൻ നിപ്പുണ്ട്, അങ്ങനെയുള്ള ടീമുകൾ ഇപ്പോഴും ഇപ്പോൾ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. അവർ കുറേ പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്നതിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അല്ലാണ്ട് കണ്ണടച്ചിങ്ങനെ ഇരുട്ടാക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് ചെയ്തിട്ടായിരിക്കണം. അതേപോലെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? സുധിച്ചേട്ടൻ മരിച്ച സമയത്താണ് ഇവർ ചെയ്തെങ്കിൽ പിന്നെ നമുക്ക് ഓക്കെ, വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്ത് ജീവിക്കേണ്ട ഗതികേടാണോ? അതും ഞാൻ ഇപ്പോഴും പറഞ്ഞു, 22 വയസ്സുകാരൻ, അവന് പുറത്തിറങ്ങി നടക്കേണ്ടതല്ലേ? കൊല്ലം സുധിയുടെ മകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. രേണു സുധി എന്ന് പറയുന്ന സോ കോൾഡ് സെലിബ്രിറ്റിയുടെ മകൻ എന്നറിയപ്പെടുന്നു. ആ സോ കോൾഡ് സെലിബ്രിറ്റി ശരീരഭാഗം കാണിച്ചുകൊണ്ടാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞവൻ കേൾക്കുമ്പോൾ, അവൻ്റെ കൂട്ടുകാരും അവൻ്റെ കൂട്ടുകാരുടെ വീട്ടുകാരും അവൻ്റെ മുഖത്ത് നോക്കി നിന്റെ അമ്മ ഇങ്ങനെയല്ലേ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ അത് കേൾക്കേണ്ടി വരുന്ന 22 വയസ്സുകാരൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിന് മക്കളോട് സ്നേഹം ഉണ്ടാവണം, മനസ്സിലായോ? എങ്കിലേ നിങ്ങൾക്ക് ആ വേദന മനസ്സിലാവുള്ളൂ. രേഷ്മ പി തങ്കച്ചന് ഒരു അമ്മയായിരുന്നുവെങ്കിൽ, അവരൊരു യഥാർത്ഥ അമ്മയായിരുന്നുവെങ്കിൽ, സ്നേഹിക്കുന്ന ഒരു അമ്മയായിരുന്നുവെങ്കിൽ, സ്വന്തം മക്കളെ നാണം കെടുന്ന ലെവലിൽ അവർ ഈ ഒരു പരിപാടി ചെയ്യില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ജാങ്കോ സ്പേസിന് ഒരു ഇൻ്റർവ്യൂ വന്നു. ഈ രേഷ്മ പി തങ്കച്ചന് പണ്ടത്തെ എന്തോ ഇൻ്റർവ്യൂ ആണ് ഇപ്പോഴത്തെ അടിച്ചത്. അതിനകത്ത് കിച്ചുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. കിച്ചു, അമ്മ ഒരു വെബ് സീരീസിൽ അഭിനയിക്കുന്നുണ്ടേ, അതിൽ കുറച്ചൊക്കെ ഈ പറയുന്ന മോഡേൺ ഡ്രസ്സൊക്കെ ആണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിച്ചു പറഞ്ഞു, നമുക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ ചെയ്തോളൂ എന്ന് പറയുന്നത്. അത് വെബ് സീരീസ് അല്ലെങ്കിൽ അടുത്തൊരു നാടകം അല്ലെങ്കിൽ ഒരു സിനിമ, അത് പ്രൊഫഷൻ. എന്താണ് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ? ഇത് ജീവിതമാണ്, ഇത് റിയാലിറ്റിയാണ്. തുറന്ന് കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഈ രേഷ്മ പി തങ്കച്ചന്? ഇപ്പോൾ ഉണ്ടോ? വെളുപ്പിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. രേഷ്മ പി തങ്കച്ചൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ, കിച്ചുവിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ മകനാണെങ്കിൽ, നിങ്ങൾ എങ്ങനെ ആ കുട്ടിയെ വളർത്താൻ ശ്രമിക്കും? കിച്ചുവിൻ്റെ ആ വീഡിയോ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചത്, ഞാൻ എന്നെയാണ് അവൻ്റെ സ്ഥാനത്ത് കണ്ടത്. എനിക്കൊരു അനിയനോട് 23 വയസ്സാവന്, കിച്ചുവിൻ്റെ അതേ പ്രായമാണ്, 22-23 വയസ്സ്. ഞാൻ കിച്ചുവിൽ കണ്ടത് എൻ്റെ അനിയനെയും എന്നെയൊക്കെ തന്നെയാണ്, മനസ്സിലായോ? അവൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും? ജീവിക്കേണ്ട കാര്യമില്ല. അങ്ങനൊരു അമ്മ എനിക്ക് വേണ്ടെന്ന് വയ്ക്കും, മനസ്സിലായോ? പക്ഷേ എൻ്റെ അമ്മ ചെയ്യില്ല. ഇന്നും ആഴ്ചയിൽ 2 ദിവസം ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോകും. എന്തുകൊണ്ടാണ്? പൈസ കൊണ്ടല്ല സ്നേഹം വാങ്ങേണ്ടത്. പൈസ കൊടുത്താൽ സ്നേഹം കിട്ടില്ല. 200-ൻ്റെയും 300-ൻ്റെയും 500-ൻ്റെയൊക്കെ ഗൂഗിൾ പേ മറ്റേ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. നാളെ രേഷ്മ പി തങ്കച്ചന് 65-70 വയസ്സായി, എഴുന്നേക്കാൻ വയ്യ, കിടപ്പിലായിപ്പോയി. കിച്ചു വൃദ്ധപ്പനോ വലുതായിട്ട് അവർ ജോലിയൊക്കെ കിട്ടിയിട്ട് മാസം ഇവരുടെ അക്കൗണ്ടിലേക്ക് കാശ് അയച്ചു കൊടുത്തു. അവർക്ക് മക്കളെ കാണണമെന്ന് തോന്നുകയാണ്, അവർ വരുന്നില്ല. ഇവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓരോ പാരൻസും ഇപ്പോൾ കരയുന്നുണ്ട്. ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ മക്കളെ ഒരു നോക്ക് കാണാൻ വേണ്ടി. അതേ സ്നേഹവും അതേ കെയറുമാണ് കിച്ചും ആഗ്രഹിച്ചത്. വൃദ്ധപ്പൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? സ്വന്തം അമ്മയുടെ കെയർ വേണ്ട സമയത്ത് അമ്മ സ്ഥലത്തില്ല. 5 വയസ്സുകാരൻ അമ്മയുടെ കെയറാണ് വേണ്ടത്, അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ കെയർ അല്ല, അമ്മയുടെ കെയർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരില്ലെന്ന് ചോദിക്കും. ഉണ്ട്, സാഹചര്യം. ഇവിടെ ആ സാഹചര്യം ഇല്ല. ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് രേഷ്മ പി തങ്കച്ചന് ആ സാഹചര്യം ഉണ്ടായിരുന്നു. ഗൾഫിലോ എവിടെ അന്യനാട്ടിലോ എവിടെ പോയി കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യമല്ല. ഇപ്പോൾ പൈസയുടെ ആർത്തിയാണ്. അതാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾ തലയിൽ കളിമണ്ണാണോ? ആലോചിച്ച് നോക്ക്. ഈ വെളുപ്പിക്കുന്ന ടീമൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ രേഷ്മ പി തങ്കച്ചൻ്റെ സ്ഥാനത്താണെങ്കിൽ, കിച്ചുവിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ മക്കളാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ശരീരഭാഗം കാണിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കുമെങ്കിൽ നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടില്ലാർക്കും. പക്ഷെ ചെയ്യണം നിങ്ങൾ, മനസ്സിലായോ? ഇത് ഇത്രയും പറയണമെന്ന് തോന്നി. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് എന്തൊരു വെളുപ്പിക്കലാണ്. ഇത് ആരെ നിങ്ങൾ ബോധിപ്പിക്കുന്നത്? കേരളത്തിൽ എല്ലാവരും ഒന്ന് മണ്ടന്മാരാണോ? അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് മന്ദബുദ്ധികളുണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരും മണ്ടന്മാരാണോ? നിങ്ങൾ പറയുന്നത് മാത്രം ശരി, ബാക്കിയുള്ള എല്ലാവരും പൊട്ടന്മാരാണ്. ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ചിന്ത. രാവിലെ ഒരാളെന്നെ വെല്ലുവിളിച്ചു, ഇവിടെ മറ്റേ കള്ളു കുടിക്കുന്നു, കൊണ്ടുവാ, ഡീറ്റെയിൽസ് കൊണ്ടുപോവാ, വൈകുന്നേരം കൊണ്ടുണ്ടാക്കാന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടില്ല. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത്രയും പറയണമെന്ന് തോന്നി. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എനിക്ക് ഒരു നിർബന്ധമില്ല. വേണമെങ്കിൽ എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൻ്റെ ആ കരച്ചിലുണ്ട്, അവൻ്റെ ആ കണ്ണുനീരുണ്ട്. എൻ്റെ വീഡിയോയിൽ അവൻ്റെ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ ഉള്ള കണ്ണുനീര്. ഞാൻ സുധീ ന്യായീകരിക്കുന്നില്ല. അയാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കുടുംബം തന്നെയാണ് കാരണം. അച്ഛനും ഈ പറയുന്ന അമ്മമാരും ഒക്കെ തന്നെയാണ് കാരണം. കിച്ചു എന്തുകൊണ്ട് ഡ്രഗ് അഡിക്റ്റ് ആയി? അവനെ നേർവഴിക്ക് നയിക്കാൻ ആൾക്കാരില്ല. അവൻ തിരുത്തണം, അവന് ജീവിക്കണം എന്ന് ആഗ്രഹം വരുന്നു. ആ സമയത്ത് പോലും അവനെ ചേർത്ത് പിടിക്കാൻ ആൾക്കാരില്ല. അക്കാപ്പിച്ച് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് വേണ്ടി ന്യായം പറയാൻ വേണ്ടി. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ ഇപ്പോൾ ഇത് വന്ന് വെളിപ്പെടുത്തി? ആരും പറയിപ്പിച്ചതല്ല, ഒരാളും പറയിപ്പിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു യൂട്യൂബേഴ്സ് അവരുടെ വീട്ടിൽ പോയിട്ട് സംസാരിപ്പിച്ചിട്ടില്ല. ഉറപ്പിച്ച് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. ഈ പറയുന്നവർ തെളിയിക്കണം. ഷഫീന ബീവിയാണ് കിച്ചുവിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചതെന്ന് നിങ്ങൾ തെളിയിക്കുക. ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.